ഇന്ന് നേഷൻ ഫസ്റ്റിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികയുമായിട്ടുള്ള പ്രിയ വിനോദാണ്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കളെയും പാഠം പഠിപ്പിക്കും, പെണ്ണുകേസിൽ പെടുത്തുമെന്ന് KB ഗണേഷ് കുമാർ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുധീർ എന്ന് പറയുന്ന വ്യക്തിയുടെ കോടതിയിൽ നൽകിയ മൊഴിയാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. KB ഗണേഷ് കുമാർ അന്ന് പറഞ്ഞ കാര്യവും യഥാർത്ഥത്തിൽ എന്താണ് ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോളാർ കേസ് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ള കൃത്യമായൊരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് KB ഗണേഷ് കുമാറിന്റെ കുബുദ്ധി, അല്ലെങ്കിൽ KB ഗണേഷ് കുമാറിന്റെ ഒരു വൈരാഗ്യ ബുദ്ധിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഹർഷ, നമ്മൾ ഇതേ ഫ്ലോറിൽ ഇന്നലെയും KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതെ. ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെ ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു പീഡന കേസിൽ, ഒരു നാറ്റം പിടിച്ച പീഡന കേസിൽ ഉൾപ്പെടുത്തി ഇതുപോലെ അപമാനിച്ച് ഏറ്റവും മോശമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിനുണ്ടാക്കിയതിൽ CPM-കാരാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് അധികാരത്തിന് വേണ്ടി തീർച്ചയായും നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും, വളരെ വ്യക്തമായി കാണിക്കാൻ പറ്റും, അധികാരത്തിന് വേണ്ടി മാത്രം ഇത്തരം ഒരു മൃഗതൃഷ്ണയോട് കൂടിയ ഒരു വികാരം ആ മനുഷ്യന്റെ മനസ്സിൽ, ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യന്റെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉടലെടുക്കുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുകയും അതിൽ അയാൾ ഏറെക്കുറെ ഒരു ഭരണകക്ഷി അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രസ്ഥാനത്തെ കൂടി അതിനകത്തുള്ള കുതന്ത്രശാലികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അത് നേടിയെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ, UDF-ന്റെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി സാറിനൊപ്പം അതേ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനായിട്ടും വർഷങ്ങളോളം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നതും. എന്നാൽ 5 രൂപയുടെ മെമ്പർഷിപ്പ് ഇല്ലാതിരുന്ന ഒരു കാലത്താണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 5 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ഈ മനുഷ്യനെ പാർട്ടിയിലേക്ക്, മനുഷ്യനെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വികൃത രൂപത്തെ അല്ലെങ്കിൽ വൈകൃതം ബാധിച്ച മനസ്സുള്ള അങ്ങനെ ഒരു വ്യക്തിയെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും മത്സരിക്കുന്നതും അന്ന് അച്ഛന്റെ പ്രഭാവത്തിൽ, അല്ലെങ്കിൽ UDF എന്നുള്ള ഒരു ലേബലിൽ, കോൺഗ്രസ് എന്നുള്ള ഒരു ലേബലിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കയറി നമുക്ക് ചികഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും ഏത് രൂപത്തിൽ, ഓരോ വ്യക്തികൾക്കും നമ്മൾ എന്തൊക്കെ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാലും, ഏതൊക്കെ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാലും അതിലുള്ള വ്യക്തികൾ കൂടിയാണ് ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ നിൽക്കുന്ന തലത്തിൽ, കുടുംബത്തിലായാൽ പോലും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി അയാൾ മലിനപ്പെട്ട ചിന്തകൾക്ക് അടിമയാകുമ്പോഴും മാലിന്യം കലർത്തുമ്പോഴും അവിടെ നശിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നല്ലോ, ഞാൻ ഓർക്കുന്നു 2011 മുതൽ 13 വരെ എന്തോ ഉള്ളൊരു സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്, അദ്ദേഹം മുഖമൊക്കെ കവിളെല്ലാം പൊട്ടി, ചുണ്ടെല്ലാം പൊട്ടി, മൂക്കിൽ കൂടെ ചോരയൊലിച്ച്, കവിളിലൊക്കെ അടി കൊണ്ട് ചീർത്ത് ആപ്പിള് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതും, മ്യൂസിയം സ്റ്റേഷനിൽ പോലീസുകാർ ആ സമയത്ത്, എനിക്ക് തോന്നുന്നു, അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പുറത്തു വരുന്നു, കൊണ്ടുപോകുന്നു, ഭാര്യ യാമിനി തങ്കച്ചി ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് അടി കിട്ടുന്നു. ഇന്നലെയും നമ്മൾ സംസാരിച്ചാണ്, അദ്ദേഹത്തിന്റെ കാമുകി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡ് അടിച്ചതാണോ, ഭാര്യയിൽ നിന്നും അടി കൊണ്ടതാണോ, വീട്ടിൽ മറ്റുള്ളവർ ഉപദ്രവിച്ചതാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോ ഇങ്ങനെ വന്നു. അപ്പോ ഭാര്യ യാമിനി തങ്കച്ചി അവരൊരു ഡോക്ടറാണ്, സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു മര്യാദയുള്ള നല്ലൊരു സ്ത്രീയാണ്. അവര് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് തന്നെയായാലും ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ ഒരു വികൃത വ്യക്തിക്ക്, വൈകൃത മനസ്സുള്ള അല്ലെങ്കിൽ വൈകൃത ചിന്തകൾ നിറഞ്ഞ ഒരു മനുഷ്യൻ പരിശുദ്ധനായി പോകാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇവന് നന്നാകാൻ വേണ്ടിയിട്ടോ, താൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ശരി ഞാൻ പടിയിറങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്, എനിക്കിതൊന്നും മാറി നിൽക്കണം എന്ന ധാർമ്മികമായ ഒരു ചിന്ത ഉള്ളത് കൊണ്ടല്ല അയാൾ അന്നേരം മന്ത്രിസ്ഥാനം രാജിവെച്ചത്. അയാൾക്ക് ആ സമയത്ത് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്നും അതിജീവിക്കണം. പലരും അങ്ങനെയാണ്, മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തെ അപ്പോ അത് മാറ്റാൻ വേണ്ടി എന്തും പറയും. കരഞ്ഞു കാല് പിടിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല വയലന്റ് ആവണമെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ അവർ എടുക്കുന്ന ഒരു, അതായത് ഇത്തരം ചിന്തകളുള്ള, അതൊക്കെ ഒരുതരം മനോരോഗവും സൈക്കോയും ഒക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരുതരം വിഷം കലർന്ന ചിന്തകൾ, അധികാരത്തിന് വേണ്ടിയിട്ടും സ്വന്തം കാര്യം മാത്രം നന്നായി പോകണം എന്നുള്ള അഹങ്കാരം പിടിച്ച, അഹങ്കാരവും ഒക്കെ മത്ത്, അധികാരത്തിന്റെ മത്ത് ആസ്വദിക്കുന്ന
മലിനപ്പെട്ട ഒരു മനസ്സ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അന്ന് അങ്ങനെ രാജിവെച്ചത്. പക്ഷെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ എന്താണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് ഈ മന്ത്രിയുടെ രാജി അനിവാര്യമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അവർ എപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ രാജിവെപ്പിക്കുക, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്താക്കുക. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പാലിക്കുന്ന കുറെ കാര്യങ്ങളാണ്. എത്രയൊക്കെ ബഹുസ്വരതയും എന്താ പറയാ ജനാധിപത്യ മര്യാദകളും അതിനകത്ത് പറയുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴും ഇങ്ങനെ ഒരു ചിട്ടയാർന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ശക്തമായ ഒരു രീതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും എടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് അന്ന് ഗണേശന്റെ വിഷയത്തിലും വന്നത്. പക്ഷേ ഗണേശൻ അതുകൊണ്ടായില്ലല്ലോ. അയാൾക്ക് ആ ഒരു സമയത്ത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് അയാൾക്ക് എന്ത് ഭാര്യ, അയാൾക്ക് എന്ത് മാനം, അയാൾക്ക് എന്ത് അഭിമാനം, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് മക്കൾ, സ്വന്തം മക്കളെയും ഭാര്യയും 16 വർഷം ആ സ്ത്രീ അവിടെ അനുഭവിച്ചു. അയാളുടെ ലീലാവിലാസങ്ങൾ, അവിഹിത ബന്ധങ്ങളും അനാശാസ്യ പല പ്രവർത്തനങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു. സമൂഹത്തിൽ മാന്യമായ ഒരു കുടുംബത്തിൽ നിന്നും വന്ന് ശ്രീ ബാലകൃഷ്ണ പിള്ളയുടെ മരുമകളായി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ അന്തസ്സെന്ന് എനിക്ക് തോന്നുന്നു, ഇയാളുടെ ഭാര്യ എന്ന് പറയുന്നതിനേക്കാളും. അങ്ങനെ ഒരു കുടുംബത്തിൽ അവർ 2 കുട്ടികളും ഒക്കെ ആയി ജീവിക്കുമ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താണ്? ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു ഭാര്യ, ഒരു മന്ത്രിയുടെ ഭാര്യയാണ്, 2 മക്കളുടെ അമ്മയാണ്, എല്ലാത്തിലും ഉപരി അവർക്ക് ഒരു ജീവിതമുണ്ട്, ഒരു പച്ചയായ ഒരു സ്ത്രീയാണ്. അവരുടെ സ്വപ്നങ്ങളും അവരുടെ ചിന്തകളും അവരുടെ ജീവിതവുമാണ് അവിടെ ഇരിക്കപ്പെട്ടത്. ആ ഒരു 16 വർഷവും അവര് നിശബ്ദയാണ്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലോ മന്ത്രി കെ വി ഗണേഷ് കുമാറിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ഇമാതിരി വിഷയങ്ങളുണ്ട് എന്ന് നാട്ടുകാരൊന്നും അറിയുന്നില്ല. ഒരുപക്ഷെ അടുത്ത ബന്ധുക്കൾ പോലും അറിയുന്നില്ല. അങ്ങനെ അവർ തന്റെ ഭർത്താവിനെ സംരക്ഷിച്ചതാണ്. പക്ഷെ ഏതൊരു അവസ്ഥയിൽ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനൊന്നും അല്ല. ഏറ്റവും അവസാനം ഒരു കച്ചിത്തുരുമ്പം കിട്ടാതെ വന്നപ്പോൾ, ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വരുന്നത്. അന്ന് ഇതേ അഭിസാരിക എന്ന് പലപ്പോഴും നമ്മൾ സൈബർ ഇടങ്ങളിൽ അല്ലെങ്കിൽ കറക്റ്റായ ഒരു വാക്കാണ്, പക്ഷെ ഞാനത് ചേർത്ത് പറയുന്നില്ല, എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ആ ഒരു സ്ത്രീയുമായി ഇയാൾക്കുള്ളൊരു ബന്ധം, ആ ബന്ധം വളരെ പരസ്യമാണെന്നേ. അവരിൽ ഇയാൾക്ക് കുട്ടികൾ ഉണ്ട് എന്നുള്ളത് അവർ തന്നെ വന്നിരുന്നു പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്, അവർ ജയിലിലായിരുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ പരാതിക്കാരി ജയിലിലായിരുന്ന സമയത്ത് അവരുടെ വീട് പട്ടിണിയായിട്ടില്ല. ബാലകൃഷ്ണ പിള്ളയാണ് അന്ന് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. എത്രയായാലും അദ്ദേഹത്തിന്റെ മകന്റെ കുട്ടികളല്ലേ, അപ്പൊ അത് പട്ടിണി കിടക്കണ്ട എന്ന് ബാലകൃഷ്ണ പിള്ളയെ പോലെ ഒരാൾ വിചാരിച്ചു കാണും. അപ്പൊ ഇയാൾ വീണ്ടും വന്ന് മന്ത്രിസ്ഥാനം ചോദിക്കുന്നു. അത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിനെ ഒറ്റയ്ക്ക് എടുത്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നില്ല. ഗണേഷ് കുമാർ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്ക് അത്രയും കൂട്ടുനിന്ന് അയാളെ വളർത്തിക്കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിലല്ലേ ഇയാളെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുള്ളൂ. ഇപ്പോ നമ്മൾ തന്നെ കാണുന്നുണ്ട് എത്ര മന്ത്രിമാര് പിന്നെ ഇടതുപക്ഷ ഇപ്പോ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ സജി ചെറിയൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് സജി ചെറിയനെ പുറത്താക്കുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നു, വീണ്ടും കൊണ്ടുവരുന്നു. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മാറ്റി കളിക്കാൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നില്ല, നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് സത്യവും നീതിയും നീതിബോധവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു, ധാർമ്മികത ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത്. പിന്നീട് അത് പക അവിടെ കിടന്ന് പുഴുത്തു നാറി ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്, അതാണ് അയാളുടെ മനസ്സിൽ നിന്നും അയാളുടെ ഏറ്റവും പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വൃത്തമാണ്. അതിനകത്ത് അയാൾ ഡിസ്കസ് ചെയ്തതും അയാള് പുറത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ബാലകൃഷ്ണൻ പിള്ള, അതായത് കെ ബി ഗണേഷ് കുമാറിന്റെ അച്ഛൻ പരാതി കൊടുക്കാൻ തുനിഞ്ഞിട്ട് പോലും അതിനുപോലും അനുവദിക്കാതെ ഇപ്പോൾ ഈ പറയുന്ന നിലയിലേക്ക് കെ ബി ഗണേഷ് കുമാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നന്ദി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയോട് കാണിക്കേണ്ടത് തന്നെയല്ലേ. കാരണം പല രഹസ്യങ്ങളും ഇന്നും മരണം വരെയും മറ്റൊരാൾ അറിയാതെ ഉള്ളിൽ സൂക്ഷിച്ച് ഈ പറയുന്ന കെ ബി ഗണേഷ് കുമാർ പിന്നിൽ നിന്ന് കുത്തിയെന്നറിഞ്ഞിട്ടും മറ്റു പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന LDF മുന്നണിയിലേക്ക് പോയി എന്നറിഞ്ഞിട്ടും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു വാക്ക് പോലും കെ ബി ഗണേഷ് കുമാറിനെതിരെ പറയാതിരുന്നത്, അല്ലെങ്കിൽ ചാണ്ടിയമ്മനെ പോലെ തന്നെ അത്രത്തോളം സ്നേഹത്തോടു കൂടി കെ ബി ഗണേഷ് കുമാറിനെ അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ളതിന് തെളിവാണ് ആ ഒരു സമയത്തെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയോടുള്ള ഒരു നന്ദികേട് തന്നെയല്ലേ? 100%. അതിനകത്ത് തിരിഞ്ഞും ചിന്തിക്കാനില്ല. ശരിക്കും ഞാൻ ഈ സമയത്ത് ഹർഷ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർമ്മിച്ചു പോയി. കാരണം അദ്ദേഹം ഒരു കരണത്തടിച്ചാൽ അല്ലെങ്കിൽ ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പോകുന്ന സമാധാനവും ക്ഷമയും ഉള്ളൊരു മനുഷ്യൻ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും അഹിംസയെ വളർത്തി, അല്ലെങ്കിൽ അഹിംസയോടൊപ്പം ചേർന്ന് നിന്ന് യാതൊരു പ്രകോപനങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യൻ നമുക്ക് ഉപമിക്കും, പിന്നെ എന്താണ് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും ചൂണ്ടിക്കാണിക്കാനും ഒക്കെ പറ്റും. നമുക്ക് അത് അത്രയും ഒന്നും ആകാൻ സാധിക്കില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പിന്നീട് ഇപ്പൊ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉമ്മൻചാണ്ടി സാറാണ്.
അദ്ദേഹം എന്താണ് കാരുണ്യവാനായ നമ്മൾ ആ ഒരു ദൈവത്തെ ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ, ഞങ്ങളും ഒക്കെ പോയിരുന്നു, ഒഴുകിയെത്തിയ ജനങ്ങൾക്ക് കണക്കില്ല. അത് ഒരു ആരാധനാലയമായി മാറുമോ എന്ന് പോലും ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് അയാളിലെ ദൈവികവും അല്ലെങ്കിൽ പൈശാചികവുമായിട്ടൊക്കെ മനുഷ്യൻ തിരിച്ചറിയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്രയും നീതിമാനായ കാരുണ്യവാനായ ഒരു മനുഷ്യനായിരുന്നു. ഇയാളെ കുറിച്ച് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യനെ വലിച്ചു കീറി ഇവിടെ ഒന്നുമല്ലാതാക്കാൻ, ഇങ്ങനെ ഈ ഭൂമുഖത്ത് ഇനി തലയുയർത്തി നടക്കാൻ പറ്റാത്ത വിധമാക്കാനുള്ള സകലമാന തെളിവുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് നമുക്കൊരു പക്ഷെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാം, ഇപ്പൊ എന്റെ കയ്യിൽ കൊടുക്കാൻ തെളിവുകളില്ല. പക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ചെയ്യേണ്ടിയിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം വീണ്ടും ഈ ദുഷ്ടനെ, അല്ലെങ്കിൽ ഇത്രയും മൃഗതൃഷ്ണയുള്ള ഇതുപോലുള്ള ഒരു മനുഷ്യന് വീണ്ടും ഇതുപോലെ വളരാനും വീണ്ടും ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവിടെ. ആ കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ ആ പത്തനംതിട്ടയിൽ പോയി നിന്ന് അയാൾ ഇങ്ങനെ മത്സരിക്കാനും അയാൾക്ക് അവിടെ വിജയിക്കാനും കഴിയുക എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിനെ മലിനപ്പെടുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത്രയും മോശമായ ഒരാളാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു ജനവും വോട്ട് ചെയ്യത്തില്ല. അങ്ങനെ വിജയിക്കുകയും വീണ്ടും വന്ന് കറക്റ്റായ ഒരിടത്തേക്ക് അയാൾ ഒഴുകിയെത്തി മനുഷ്യനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്ന് കരുതി ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നെത്തി അവിടെ കുറെ ഷോ കാണിക്കാനുള്ള ഒരു ഷോ കാണിക്കുന്ന ഒരു മന്ത്രിയായി, കുറെ മിന്നൽ പരിശോധനകൾ, അല്ലെങ്കിൽ കുറെ ഉഗാണ്ടയിലെ കുറെ നയങ്ങൾ, ഒരു ലൈസൻസ് എടുക്കാൻ ഒരു മനുഷ്യൻ പോകണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുമായിട്ടും. സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്നവരാണ് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നവർ, കാർ ഓടിച്ച് നടക്കുന്നവർ, ബസ്സും ലോറിയും പിക്കപ്പും എന്ന് വേണ്ട, അങ്ങനെ ഒരു തൊഴിലും കൂടിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു വീട്ടില് ഒരാളിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിന്റെ ഒരു ഭാഗം തന്നെ, അവരുടെ ജീവിതമാർഗത്തിന് അല്ലെങ്കിൽ അതൊരു വരുമാനമായിട്ട് ഉപയോഗിച്ചില്ല, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഞാനത് ഇത് കൂട്ടി പറയുന്നതാണ്, പിന്നെ ഇതിനോട് ചേർത്ത് പറയുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഇദ്ദേഹം വളരെയധികം ഷോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഭ്രാന്തമായ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി ഇങ്ങനെ നടക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഒരു സിനിമ നടനാണ് അല്ലെ. അല്ലെങ്കിൽ അവിടെ അയാൾ ഒരു സെലിബ്രിറ്റി ആയി ഇരിക്കുന്ന അതേ ഒരു ഇതിൽ വന്നിട്ടാണ് ഇവിടെ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നത്. യാതൊരു സേവനവും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നോ നമുക്ക് ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവിടെ വന്ന് ഷോ കാണിക്കാനായിട്ട് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ അന്നേ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നന്മയും അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയെ ഈ പറഞ്ഞതുപോലെ സ്വന്തം മകനെ പോലെ കൂടെ നിന്നവരെ സ്നേഹിക്കുന്നവരെ ചതിക്കാൻ അദ്ദേഹം പഠിച്ചിട്ടില്ല. തെറ്റ് ചെയ്തപ്പോ പോലും അദ്ദേഹം അദ്ദേഹം അതിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം ഇനി ഒരു തെറ്റ് ചെയ്യാൻ തന്റെ പ്രസ്ഥാനത്ത് താൻ ഇരിക്കുന്ന ഒരിടത്ത് അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് അതിനൊരു ഇടം വേണ്ട എന്ന തീരുമാനത്തിൽ അദ്ദേഹം ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തുകയും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തില്ല. ആ പകയാണ്, ആ പകയിൽ നിന്നുതിർന്ന ചിന്തകളാണ് അയാളെ കൊണ്ട് ഇത്രയും കൊടിയ ഒരു പാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഈ ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതിന് കൃത്യമായ ഒരിടം, അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം പാർട്ടി മാറിപ്പോയതും. ഇത്തരം ഒരു ആരോപണം CPM ഉന്നയിക്കുമ്പോൾ അതിന്റെ കൂടെ വളരെ കരുത്തോടുകൂടി നിൽക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവി അല്ലെങ്കിൽ ഒരു മൃഗതൃഷ്ണ ബാധിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധത എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി വരുന്ന ദിവസങ്ങളിൽ, അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ജീവനോടെ ഇല്ലെങ്കിൽ പോലും പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ KB ഗണേഷ് കുമാർ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു വരട്ടെ. കൃത്യമായി അയാൾക്ക് എന്താണോ നിയമം ശിക്ഷ നൽകുന്നത് ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ അയാൾ അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.